വടക്കൻ കേരളത്തിലെ കോട്ടകൾ നിലനിർത്താൻ LDFനും UDFനും കഴിയുമോ എന്നുള്ള ചോദ്യവുമായി ദീപക് തർമ്മണം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ശരിക്കും തിരക്കിട്ട കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ നടക്കുന്ന സ്ഥലമാണല്ലോ നോർത്ത് കേരള. വടക്കൻ കേരളത്തിലെ ചിത്രം എന്താണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എക്കാലത്തും ജനവിധിയിൽ നിർണായകം വടക്കൻ കേരളം തന്നെയാണ്. അത് മഞ്ചേശ്വരം മുതൽ തരൂർ വരെ കിടക്കുന്ന മലബാറിലെ മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ ഒറ്റപ്പാലം വരെ എന്നും വേണമെങ്കിൽ പറയാം, ആ മണ്ഡലങ്ങളിലെ ജനവിധിയാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ ആര് കേരളം ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. അതിൽ മഞ്ചേശ്വരം UDFൻ്റെ കയ്യിലാണ്. അങ്ങ് വടക്കേ അറ്റത്ത് അവിടെ നോട്ടം വെച്ചിരിക്കുന്നത് BJP ആണ്. എന്നാൽ അതേ സമയത്ത് അവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ പണ്ട് CH കുഞ്ഞമ്പു ജയിച്ചതുപോലെ ഇടതുമുന്നണി ജയിക്കാൻ നീക്കം നടത്തുന്നുണ്ട്. അത് എത്രമാത്രം ഫലം കാണുമെന്നറിയില്ല. പക്ഷേ BJP ഒരു നിർണായക ശക്തിയായി അവർ A ഗ്രേഡ് മണ്ഡലമായി K സുരേന്ദ്രനെ അവിടേക്ക് ആ പടക്കളത്തിലേക്ക് ഇറക്കി കഴിഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുമാണ്. എന്നാൽ അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാം ഭരണ തുടർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് അംഗത്തിനിറങ്ങുന്ന കണ്ണൂർ ജില്ലയിലെ ധർമ്മടത്താണ്. അതേ കണ്ണൂരിൽ തന്നെയാണ് KPCC പ്രസിഡന്റ് മത്സരത്തിനിറങ്ങുന്ന പേരാവൂർ മണ്ഡലം. ആ പേരാവൂരിലേക്ക് ഒരു സർജിക്കൽ സ്ട്രൈക്കിനായി ഇറക്കിയിരിക്കുന്നു KK ശൈലജയെ. KK ശൈലജയ്ക്ക് സുരക്ഷിതമായ മട്ടന്നൂരിൽ നിന്നും പോരാടി ജയിച്ചു വരാൻ വേണ്ടി KPCC പ്രസിഡന്റിന്റെ തട്ടകത്തിലേക്കാണ്. അതായത് കഴിഞ്ഞ തവണ ഇടത് തരംഗം ആഞ്ഞു വീശിയപ്പോൾ പോലും 4000 വോട്ടിന്റെ ഭൂരിപക്ഷം പേരാവൂരിൽ സണ്ണി ജോസഫിനുണ്ടായിരുന്നു. KPCC പ്രസിഡന്റാണ് അദ്ദേഹം. ഇപ്പോൾ അവിടെ അംഗത്തിന് ശൈലജയെ ഇറക്കുമ്പോൾ CPIM പലതും കണക്ക് കൂട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. മാത്രവുമല്ല, ഒരു 2.5 പതിറ്റാണ്ട് മുൻപ് ശൈലജ പേരാവൂരിൻ്റെ MLA ആയിരുന്നു. മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് അവർ കൂത്തുപറമ്പിലേക്ക് മാറി ആരോഗ്യമന്ത്രിയായി. പിന്നീട് അവർ മട്ടന്നൂരിലേക്ക് മാറുന്നു. അങ്ങനെ മണ്ഡലങ്ങൾ ഓരോന്നായി ശൈലജ മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയ കൗതുകം. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ വടക്കേ അറ്റത്ത് വടക്കൻ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തേക്ക് വരുമ്പോൾ പാലക്കാട് BJP ലക്ഷ്യം വെക്കുന്നു പലതും. മലപ്പുറമാണ് UDFൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. അത് ലീഗിൻ്റെ സീറ്റുകളിലൂടെയാണ്. കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഇല്ല. 13 മണ്ഡലങ്ങളിൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കുറി കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നു കോഴിക്കോട് നിന്നും സീറ്റുകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.